പേവിഷബാധ മൂലം സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന മരണങ്ങൾ ചെറിയ ആശങ്കയൊന്നുമല്ല ഉയർത്തുന്നത്. കുരുന്നുകൾ ഉൾപ്പെടെ നിരവധി പേരാണ് അടുത്തിടെയായി പേവിഷബാധ മൂലം മരണപ്പെട്ടത്. ആധുനിക വൈദ്യശാസ്ത്രം മികവിന്റെ തലങ്ങൾ താണ്ടുമ്പോഴും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്നത് തികച്ചും അപലപനീയമാണ്. ഇക്കഴിഞ്ഞ 3 മാസത്തിനിടെ 3 കുരുന്നു ജീവൻ അപഹരിച്ചിരിക്കുകയാണ് പേവിഷബാധ. ദുഃഖകരമായ വസ്തുത എന്തെന്നാൽ പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്ത ശേഷവും 22 പേർ മരിച്ചു എന്നതാണ്. ആരോഗ്യവകുപ്പിന്റെ കണക്കുകളാണ് ഇത്. ആരോഗ്യ പരിപാലന സംവിധാനത്തിലെ സാമൂഹിക തലത്തിലെ വീഴ്ചകൾ ഈ നാടിനെ എവിടെ കൊണ്ടുചെന്നെത്തിക്കും എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. വാക്സിൻ എടുത്തിട്ടും മരണപ്പെടുന്നു എന്നത് തീർത്തും ഗൗരവതരമാണ്. 2021 ശേഷം പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്ത ശേഷം 22 പേർ മരിച്ചെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ഈ വർഷം ഇതുവരെ 14 പേരാണ് മരിച്ചത്. തെരുവു നായ്ക്കൾ ഒരു തരത്തിലുള്ള നിയന്ത്രണവും കൂടാതെ സംസ്ഥാനത്തുടനീളം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. പട്ടിയെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. തെരുവു നായ്ക്കളുടെ എണ്ണത്തിലുള്ള വർധന സർക്കാർ സംവിധാനങ്ങളിലൊന്നും ഒരു മാറ്റവും സംഭവിപ്പിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ഉണ്ടായിരുന്നെങ്കിൽ അപകടകാരികളായ നായകളുടെ എണ്ണം നിയന്ത്രിക്കാനും തെരുവുകൾ സുരക്ഷിതമാക്കാനും സർക്കാർ തുനിഞ്ഞേനെ. ഇന്നിപ്പോൾ ഏതൊരു തെരുവിലും കാണാം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ. കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ തെരുവു നായ്ക്കളുടെ കടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സ നേടിയത് 8 ലക്ഷത്തിലധികം പേരാണ്. ചെറിയ സംഖ്യ അല്ല ഇതെന്ന് ബോധമുള്ള ഏവർക്കും മനസ്സിലാകും. തെരുവുകൾ ഉപയോഗിക്കുന്ന സാധാരണ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് നായശല്യം. നായകൾ കുറുകെ ചാടി ഉണ്ടാക്കുന്ന അപകടങ്ങളും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പലവിധ സർക്കാർ വകുപ്പുകൾ ഒന്നിച്ചു നിന്ന് പരിഹരിക്കേണ്ട പ്രശ്നമാണ് തെരുവു നായശല്യം. എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ദുരന്തങ്ങൾ ആ ദിവസത്തെ സാധാരണ സംഭവങ്ങൾ പോലെ വിസ്മരിക്കപ്പെടുന്നു. ഒരു നാടിന്റെ വികസനം അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ക്ഷേമം ലക്ഷ്യമാക്കിയുള്ളതാവണം. അടിസ്ഥാന സൗകര്യ വികസനം എന്ന പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതിനെയൊക്കെ ഫ്ലെക്സ് വെച്ച് ആഘോഷിച്ചത് മാത്രം പോരാ. നാടിന്റെ അന്തേവാസികളായ പൊതുജനങ്ങൾ അല്ലലില്ലാതെ ജീവിക്കുന്നു എന്നുകൂടി ഉറപ്പുവരുത്തുമ്പോഴാണ് വികസനം പൂർണ്ണമാകുന്നത്. തെരുവു നായകൾ ശല്യക്കാരായി തുടരുകയും അവയുടെ കടിയേറ്റും അവ മൂലമുണ്ടാകുന്ന വാഹനാപകടങ്ങൾ അനുസ്യൂതം തുടരുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു നാട്ടിൽ എന്ത് വികസനം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? അതിലും കഷ്ടമാണ് പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ഉപയോഗശൂന്യമാണെന്ന തിരിച്ചറിവ്. ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥത എന്നല്ലാതെ എന്താണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്? പേവിഷബാധയ്ക്കുള്ള വാക്സിനുകളുടെ ഗുണനിലവാരം അടിയന്തരമായി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പ്രയോജനരഹിതമായ വാക്സിൻ നൽകിയിട്ട് മരണമുണ്ടാകുമ്പോൾ വ്യസനം അറിയിച്ചത് കൊണ്ട് മാത്രമായില്ല മരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ, അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ചെയ്യുക തന്നെ വേണം. സർക്കാരിന് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകൃത്യമായി തന്നെ കരുതേണ്ടി വരും. മരണസംഖ്യ വർദ്ധിക്കുന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ സർക്കാർ തെരുവുനായ ശല്യം പരിഹരിക്കാൻ എന്ത് ചെയ്യുന്നു എന്നറിയാൻ ഇവിടുത്തെ ഓരോ പൗരനും അവകാശമുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ചലിപ്പിക്കുന്ന ഓരോ ജനപ്രതിനിധിക്കും ഉദ്യോഗസ്ഥനും അതിനു ബാധ്യസ്ഥരാണ്. തെരുവു നായ്ക്കളുടെ വംശവർധന നിയന്ത്രിക്കാൻ ചെയ്യുന്നതൊന്നും പോരാ എന്നതിന്റെ തെളിവാണ് തുടർച്ചയായി ഉണ്ടാകുന്ന പേവിഷബാധയേറ്റുള്ള മരണങ്ങളും നായകൾ മൂലമുണ്ടാകുന്ന വാഹന അപകടങ്ങളും. ആനിമൽ ബർത്ത് കൺട്രോൾ ഉദ്യമങ്ങൾ, ഏർലി ന്യൂട്ടറിംഗ് എന്നിവയൊക്കെ പേരിനു മാത്രം നടന്നാൽ പോരാ എന്നർത്ഥം. ഒരു കുഞ്ഞുകൂടി പേവിഷബാധ മൂലം മരിക്കാൻ ഇടവരാതെ നോക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളുടെയും അവ ചലിപ്പിക്കുന്നവരുടെയും ഉത്തരവാദിത്തം തന്നെയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർക്കാവില്ല.